ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ യാത്രയിൽ നിർണായകമായ ഒരു വർഷമായി 2026 മാറുമെന്ന് വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച LCA Mk2 യുദ്ധവിമാനത്തിന്റെ ആദ്യ പറക്കൽ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിൽ നടക്കുമെന്ന് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ചെയർപേഴ്സൺ ഡോക്ടർ സമീർ വി കാമത്ത് സ്ഥിരീകരിച്ചതോടെയാണ് ഈ ആത്മവിശ്വാസം കൂടുതൽ ശക്തമായത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ രക്ഷാസൂത്ര പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. LCA Mk2വിന്റെ കന്നിപ്പറക്കൽ DRDOയുടെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ നാഴികക്കല്ലായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2026 ഞങ്ങൾക്ക് അത്യന്തം പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ LCA Mk2 അതിന്റെ ആദ്യ പറക്കൽ നടത്തും. അത് ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്കും പ്രതിരോധ ഗവേഷണത്തിനും വലിയ നേട്ടമായിരിക്കും എന്നാണ് കാമത്ത് പറഞ്ഞത്. തദ്ദേശീയമായി രൂപകൽപ്പനയും വികസനവും നടത്തിയ ഒരു ആധുനിക യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരുക്കുന്നതിന്റെ തുടക്കമായിരിക്കും ഈ പറക്കൽ. ഇന്ത്യൻ വ്യോമസേന ഭാവിയിൽ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന LCA Mk2 ഒരു 4.5 തലമുറ മീഡിയം വെയ്റ്റ് ഫൈറ്റർ വിമാനമാണ്. ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ F414IN S6 എഞ്ചിൻ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നിലവിലുള്ള ലഘുവായ LCA Mk1 വിമാനങ്ങളുടെയും റാഫേൽ പോലുള്ള മീഡിയം ഫൈറ്ററുകളുടെയും സുക്കോയി Su-30 Mk1 പോലുള്ള ഹെവി ഫൈറ്ററുകളുടെയും ഇടയിൽ നിലവിലുള്ള പ്രവർത്തന വിടവ് നികത്തുകയാണ് Mk2വിന്റെ പ്രധാന ദൗത്യം. ഇതോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ സന്തുലിതവും ശക്തവുമായ ഒരു ഫൈറ്റർ ഫ്ലീറ്റ് രൂപപ്പെടും. വിമാന പദ്ധതികളോടൊപ്പം തന്നെ മിസൈൽ രംഗത്തും 2026 ഇന്ത്യക്ക് നിർണായകമാകും. DRDO വികസിപ്പിച്ച പ്രാലയം മിസൈൽ സിസ്റ്റം ഈ വർഷം തന്നെ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കാമത്ത് അറിയിച്ചു. കര പ്രൊപ്പലന്റ് ഉപയോഗിക്കുന്ന ഈ ക്വാസി ബാലിസ്റ്റിക് മിസൈലിന് വ്യത്യസ്ത തരത്തിലുള്ള വാർഡ് ഹെഡുകൾ വഹിക്കാനുള്ള കഴിവുണ്ട്. കഴിഞ്ഞ വർഷം ഒരേ ലോഞ്ചിൽ നിന്ന് തുടർച്ചയായി 2 പ്രാലയ മിസൈലുകൾ വിക്ഷേപിച്ചുള്ള സാൽവോ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഈ ആയുധത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട്.